Hi everyone, and welcome to Learn to Enlighten. If you are here to improve your English skills, you are in the right place. So, don't forget to subscribe, like, and hit the bell so you never miss the class. Thank you. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു ആൻഡ് ഫോർ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ടു നമുക്ക് ആദ്യം നോക്കാം. ടു നമുക്ക് ഉപയോഗിക്കാൻ ഒരു പർപ്പസ് പറയാൻ നമുക്ക് ഉപയോഗിക്കാം, ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യം പറയാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങി, അതൊരു പേർപ്പസ് ആണല്ലേ. അപ്പൊ എങ്ങനെ പറയാം? ഐ ലെഫ്റ്റ് മൈ ഹോം ഏർലി ടു ക്യാച്ച് ദ ഫസ്റ്റ് ബസ്. ഐ ലെഫ്റ്റ് ഹോം ഏർലി ടു ക്യാച്ച് ദ ഫസ്റ്റ് ബസ്. ഐ ലെഫ്റ്റ് ഹോം ഏർലി ടു ക്യാച്ച് ദ ഫസ്റ്റ് ബസ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും നേരത്തെ ഫസ്റ്റ് ബസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ഓക്കെ, ഇനി ഞാൻ ലൈബ്രറിയിലേക്ക് പഠിക്കാൻ പോയി. എങ്ങനെ പറയും? ഐ വെന്റ് ടു ദ ലൈബ്രറി ടു സ്റ്റഡി. ഐ വെന്റ് ടു ദ ലൈബ്രറി ടു സ്റ്റഡി. ടു സ്റ്റഡി, പഠിക്കാൻ, അതൊരു പേർപ്പസ് ആണല്ലേ. ദെൻ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമുക്കൊരു ഡയറക്ഷൻ, അതിനും നമുക്ക് ടു വയ്ക്കാം. ഞാൻ സ്റ്റോറിലേക്ക് പോവുകയാണ്, ഇങ്ങനെ പറയും ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ. ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ എന്ന് പറയാം. ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ. പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ ടു വയ്ക്കാട്ടോ. കമ്പയർ ചെയ്യാൻ, അതായത് ഇപ്പൊ എനിക്ക് ചായയേക്കാൾ കാപ്പിയാണ് ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിന് നമ്മൾ എങ്ങനെ പറയാ? പ്രിഫർ ടു വെച്ചിട്ട് പറയാം. പ്രിഫർ ടു. എനിക്ക് കാപ്പിയാണ് ഇഷ്ടം, ചായയേക്കാൾ എനിക്ക് കാപ്പിയാണ് ഇഷ്ടം, എങ്ങനെ പറയാ? ഐ പ്രിഫർ കോഫി ടു ടീ. ഐ പ്രിഫർ കോഫി ടു ടീ എന്ന് പറയാം. പ്രിഫറിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള തിങ്സ് വെക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് ഓറഞ്ചിനേക്കാളും ആപ്പിൾ ആണ് ഇഷ്ടം, എങ്ങനെ പറയും? ഐ പ്രിഫർ ആപ്പിൾ ടു ഓറഞ്ച്. ഐ പ്രിഫർ ആപ്പിൾ ടു ഓറഞ്ച്. ഐ പ്രിഫർ ആപ്പിൾ ടു ഓറഞ്ച്. നെക്സ്റ്റ് നമുക്ക് ഫോറിന്റെ ഉപയോഗം പഠിക്കാം. ഫോർ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അതായത് നമുക്കൊരു പേർപ്പസ് പറയാൻ വെക്കാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി. ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ മൈ ഫ്രണ്ട്സ്. ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ മൈ ഫ്രണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ കോളേജിലേക്ക് ഒരു ഇന്റർവ്യൂവിന് പോയി. ഐ വെന്റ് ടു ദ കോളേജ് ഫോർ എൻ ഇന്റർവ്യൂ. ഐ വെന്റ് ടു ദ കോളേജ് ഫോർ എൻ ഇന്റർവ്യൂ. ഐ വെന്റ് ടു ദ കോളേജ് ഫോർ എൻ ഇന്റർവ്യൂ എന്ന് പറയാം. നമുക്ക് റീസൺ പറയാൻ ഫോർ വയ്ക്കാം. എൻ്റെ സഹായത്തിന് നന്ദി. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറയാം. ദെൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡ്യൂറേഷൻ പറയാൻ വെക്കാം. ഞാൻ 2 മണിക്കൂറായി അവളെ വെയിറ്റ് ചെയ്യുക. I have been waiting her for 2 hours. I have been waiting her for 2 hours എന്ന് പറയാം. ഞാൻ 2 മണിക്കൂറായി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. I have been writing this for 2 hours. I have been writing this for 2 hours എന്ന് പറയാം. then നമുക്ക് ഒരു വേർബിന്റെ കൂടെ ing ചേർത്ത് നമുക്ക് പറയാം. അതെങ്ങനെയാ? അപ്പം നീ എന്നെ സഹായിച്ചതിന് നന്ദി. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. നീ എനിക്ക് ആ ഗിഫ്റ്റ് തന്നതിന് നന്ദി. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദ ഗിഫ്റ്റ്. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദ ഗിഫ്റ്റ്. അപ്പം നമുക്ക് പേർപ്പസ് പറയാൻ വെക്കാം, റീസൺ പറയാൻ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡ്യൂറേഷൻ പറയാൻ വെക്കാം, ഓർ നമുക്ക് വെർബിന്റെ കൂടെ ing ചേർത്തിട്ട് ഫോർ വയ്ക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.